മത്തായി 3 മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മതി. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ ലിസ്റ്റിലെ ഏറ്റവും ഒടുവിലത്തെ ആൾ, കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിലേക്ക് പൊതുജനത്തെ അടിസ്ഥാനം കൊടുത്ത് ഒരുക്കുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. സ്നാപക യോഹന്നാൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്, അദ്ദേഹം സ്നാനത്തെ പ്രസംഗിച്ചതുകൊണ്ട് സ്നാപക യോഹന്നാൻ എന്ന് താൻ വിളിക്കപ്പെടുകയുണ്ടായി. യോഹന്നാൻ്റെ ജനനവും യോഹന്നാൻ്റെ വളർച്ചയും യോഹന്നാൻ്റെ സന്ദേശവും വളരെ വ്യത്യസ്തതയുള്ളതാണ്. യോഹന്നാൻ്റെ ജനനം ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രം നമുക്കറിയാം. ഒരു ബാബിലോണ്യ പ്രവാസം എന്ന് പറയുന്നൊരു വലിയൊരു കാലഘട്ടം. ഇസ്രായേൽ ജനം അടിമകളായി നെബൂഖദ്നേസർ അവരെ പിടിച്ചുകൊണ്ടുപോയ കാലഘട്ടം. അത് കഴിഞ്ഞ് മേദ്യ പാർസ്യ സാമ്രാജ്യത്തിലേക്ക് ബാബിലോണ്യ സാമ്രാജ്യം അപജയപ്പെട്ടു പോയ ഒരു സന്ദർഭം. മേദ്യ പാർസ്യ സാമ്രാജ്യത്തിൻ്റെ അധികാരിയായിട്ട് കോരേശ് വരികയും അങ്ങനെ ഇവർ മടങ്ങി വരികയും ചെയ്തു. ജനം മടങ്ങി വന്നു. നെഹമ്യാവിൻ്റെ കാലഘട്ടത്തിൽ ആലയം പണിതു. ഇതെല്ലാം കഴിഞ്ഞ് കർത്താവിൻ്റെ വരവിനും ഈ ആലയം പണിയുടെയും ഇടയ്ക്കുള്ള ഏകദേശം ഒരു 400 വർഷങ്ങളുണ്ട്. ആ 400 വർഷങ്ങളെന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ജനം വീണ്ടും ദൈവത്തിൽ നിന്ന് അന്യപ്പെടുന്ന ഒരു കാലഘട്ടം. എന്നാൽ മറുഭാഗത്ത് ദൈവത്തിനും ദൈവവചനത്തിനും വേണ്ടി നിലകൊള്ളുവാൻ വേണ്ടി ശക്തരായിട്ട് മുന്നോട്ട് വന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ പേര് പരീശന്മാർ, സദൂക്യന്മാർ എന്നിത്യാദി ആളുകളാണ്. അവർ മുന്നോട്ട് വന്നത് ദൈവവചനത്തിന് വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടിയാണ് അവർ മുന്നോട്ട് വന്നത്. അവർ വളരെ വ്യത്യസ്തരായി വചനം പഠിക്കാൻ, സമയം ചെലവഴിക്കാൻ വേണ്ടിയൊക്കെ ആഗ്രഹിച്ചവരാണ്. അവർ വചനത്തിൽ ഭയങ്കര പാണ്ഡിത്യം പ്രാപിച്ചവരാണ്. പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ, വചനത്തിൻ്റെ നിയമങ്ങളും നിയമാവലികളും നിയമവ്യവസ്ഥതകളും അവരുടെ മനസ്സിനെ അന്ധമാക്കി കളഞ്ഞു എന്നാണ് കർത്താവിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഭാഗത്ത് വചനം പറയുന്ന ദശാംശം കൊടുക്കലാകട്ടെ, യാഗമർപ്പിക്കലാകട്ടെ, ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുകയും അതേസമയം വിധവമാരുടെ ന്യായം കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്ന, അതായത് ആത്മീകതയെ നിയമവ്യവസ്ഥതയായിട്ട് അധപ്പതിപ്പിച്ച് കളഞ്ഞിട്ട് പ്രായോഗിക ജീവിതത്തിലേക്ക് ആത്മീകതയെ കൊണ്ടുവരാത്ത ഒരു കാലഘട്ടം. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു ഏകദേശം 400 വർഷങ്ങൾ. ആ കാലഘട്ടം നമ്മളെയും ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവമക്കളെ. ഞാൻ എവിടെ ചെന്നാലും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ പറയാൻ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണത്. ആവർത്തിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം കർത്താവിൻ്റെ വരവിനോട് ഏറ്റവും അടുത്ത അന്ത്യകാലഘട്ടമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ തലമുറയിൽ തന്നെ ഈ കാഹള ശബ്ദം കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് മാത്രമല്ല, എൻ്റെ അന്തരാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ ആത്മീക അപജയം, നമ്മുടെ ചുറ്റുവട്ടത്തും കാണുന്ന ഒത്തിരി ആത്മീക ലോകത്തിൽ കാണുന്ന ഈ ആത്മീക അപജയം കണ്ടിട്ട് ഭാരപ്പെടുന്ന ഈ ഒരു പറ്റം ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അങ്ങനെയുള്ള ഒരാളിൽപ്പെട്ട ആളാണ് ഞാനും. പക്ഷെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, കർത്താവിൻ്റെ കാഹളനാദത്തോട് അടുത്തു വരുന്ന ഈ അന്ത്യഘട്ടത്തിൽ ഒരാത്മീക നവോത്ഥാനത്തെ ദൈവം അയക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ സഭയെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട്, ഒരു ശേഷിപ്പിനെ ഒരുക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ട്. സഭ എന്ന് പറയുമ്പം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ചർച്ച്, ഈ ചർച്ച്, ആ ആൾക്കാർ, ഈ ആൾക്കാർ, ആ നേതാക്കന്മാർ, ഈ നേതാക്കന്മാർ,
ആ പ്രസ്ഥാനം, ഈ പ്രസ്ഥാനം, ഇതാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരിക. ഞാൻ ഓർക്കുന്നുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന പെന്തക്കോസ്ത് പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൻ്റെ അപജയം, നേതൃത്വ നിരയുടെ അപജയം, ഇതൊക്കെ കണ്ടൊരു ചെറുപ്പക്കാരൻ എന്നുള്ള വിധത്തിൽ ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. അപ്പോൾ ഞാനന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഉൾപ്പെട്ടു നിന്ന പ്രസ്ഥാനത്തിൻ്റെ കൺവെൻഷനാണ് കേരളത്തിലെ പെന്തക്കോസ്തുകാരുടെ ഏറ്റവും വലിയ കൺവെൻഷൻ. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യും, ആ കൺവെൻഷനിലൊക്കെ പ്രസംഗിക്കുന്ന ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ നിന്ന് ജനം മുഴുവനും കണ്ണുനീരിലേക്കും അനുതാപത്തിലേക്കും മാറിയിട്ട്, ഭയങ്കര പാപബോധമുണ്ടായിട്ട്, പ്രായോഗിക ജീവിതത്തിലുള്ള ആത്മീയതയെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടായിട്ട് ഒരു വലിയ മടങ്ങിവരവുണ്ടാകുമെന്ന് കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ദിവസങ്ങളും കാലങ്ങളും മുന്നോട്ട് പോകും തോറും പ്രസംഗിക്കുന്ന ഒരു പ്രസംഗകർക്കും ജീവിതത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ആഗ്രഹമില്ലാത്തത് ഞാൻ കാണുകയുണ്ടായി. പ്രസംഗിക്കുന്ന സകല പ്രസംഗകർക്കും പറയാനുള്ള വിഷയം ഒന്നുകിൽ ഭൗമികത, ജഡത്തിൻ്റെ ചിന്ത, ഈ ഭൂമിയിലുള്ള ചിലത്, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് പിശാചിനെ ഉയർത്തിക്കാണിച്ച് ഭയപ്പെടുത്തി ഒരുപറ്റം ആളുകളെ ഭയത്തിന് അടിമപ്പെടുത്തുന്ന ഒരു കാഴ്ച. ഇത് രണ്ടും കണ്ട് ഭാരപ്പെട്ട് ഞാൻ ഒരു ദിവസം ദൈവത്തിൽ ഇരുന്നപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ഞാൻ വളരെ വളരെ വേദനപ്പെട്ട് പ്രാർത്ഥിച്ചത് സഭകളെയും പ്രസ്ഥാനത്തെയും കുറിച്ചായിരുന്നു. അന്ന് കർത്താവ് എന്നോട് സംസാരിച്ചൊരു വചനം ഇന്നത്തേതുപോലെ ഞാൻ ഓർക്കുന്നു. കർത്താവിനോട് പറഞ്ഞത്, സഭ എന്ന് പറയുമ്പം നിന്റെ മനസ്സിൽ നീ തോന്നുന്നതും നിനക്ക് കാണുന്നതും ആ പ്രസ്ഥാനം, ഈ പ്രസ്ഥാനം, ആ നേതാക്കന്മാരും, ഈ ചർച്ചും ആ ചർച്ചും അല്ലേ, അങ്ങനെയല്ല ഞാൻ എൻ്റെ സഭയെ കാണുന്നത്. നീ കാണുന്ന ചർച്ചകളുണ്ടല്ലോ, ഈ ചർച്ചകൾക്കെല്ലാം അകത്ത് വളരെ ചെറിയൊരു വിഭാഗം ആൾക്കാരുണ്ട്. അവർക്ക് ഈ പൊളിറ്റിക്സ് ഒന്നും അവർക്ക് വിഷയമല്ല, അവരതിലേക്കൊന്നും ചിന്തിക്കാറ് പോലുമില്ല. അവർ ദൈവസ്ഥനെ മുഴങ്കാൽ മടക്കും, അവർ ദൈവവചനം ധ്യാനിക്കും, അവർ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ചിന്തിക്കും, അവർ കർത്താവിൻ്റെ വരവിന് വേണ്ടി സ്വയം ഒരുക്കാൻ താല്പര്യപ്പെടും. അവരുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് അവർ ഇടയ്ക്കിടയ്ക്ക് നോക്കും. അവർ ഒരുക്കപ്പെട്ട് കാത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട്, അവരെയാണ് ഞാൻ കാണുന്നതെന്ന് കർത്താവ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ ഈ ഇരിക്കുന്ന ഇത്രയും ആളുകൾ ഇവിടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ കർത്താവ് നോക്കുന്നത് ഇതിനകത്ത് നിന്ന് നിത്യത ലക്ഷ്യമാക്കി വചനത്തിന് പ്രാധാന്യത കൊടുത്ത് ജീവിതം വഴിതെറ്റിപ്പോകല്ലേ എന്ന് കൊതിച്ചുകൊണ്ട്, പാപം എൻ്റെ ജീവിതത്തിലേക്ക് ബാധിക്കല്ലേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ചുരുക്കം ചിലർ ഇതിൻ്റെ നടുവിൽ ഇരിപ്പുണ്ടായിരിക്കാം. അവരെയാണ് ഈ സഭയായിട്ട് ദൈവം കാണുന്നത്. ആ ചെറിയ ഗ്രൂപ്പിനകത്ത് നീ ഉണ്ടോ ദൈവമേ? ഹല്ലേലൂയ. പലപ്പോഴും എൻ്റെ മനസ്സിൽ ശക്തമായിട്ട് എന്നോട് കർത്താവ് സംസാരിച്ച ഒരു വചനമായിരുന്നു ഇതോടനുബന്ധിച്ച് യെശയ്യാവിന് കൊടുത്ത സുവിശേഷ വേലയ്ക്കുള്ള ആഹ്വാനം. വലിയ പ്രവാചകന്, നിസ്സാരക്കാർക്കല്ല, സാധാ വിശ്വാസിക്കല്ല, വലിയ പ്രവാചകന് സുവിശേഷ വേലയ്ക്കുള്ള ആഹ്വാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളീ പറയുന്നത്? സെൻട്രൽ പാസ്റ്റർമാരും ഒരു പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന നേതാക്കന്മാരിരിക്കുന്ന ഒരു സദസ്സിൽ ചെന്ന് നിന്നിട്ട് സുവിശേഷ വേല ചെയ്യാൻ ആളെ വേണം, നിങ്ങൾ സമർപ്പിക്കുമോ എന്ന് ഞാൻ ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? അതല്ലേ യെശയ്യാ പ്രവാചകൻ എന്ന് പറയുന്നയാള് കൊട്ടാരത്തിൽ താമസിച്ച് ശുശ്രൂഷ ചെയ്ത പ്രവാചകനാ, വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെടുന്നയാള്. ആ ആളോട് ദൈവം ചോദിക്കുകയാണ്, ഞാൻ ആരെ അയക്കേണ്ടു? ആർ എനിക്ക് വേണ്ടി പോകും? എന്താ കാര്യം? ഈ മനുഷ്യൻ പരാജയപ്പെട്ട് കിടക്കുക, ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് വീണുപോയി. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ പാർക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശ്നം അധരത്തിന്റെ പ്രശ്നമാണ്. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ അധരമുള്ള ജനം തന്നെ സ്വാധീനിച്ചതാണ്. കഴിഞ്ഞ ദിവസം കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പൗലോസ് പറഞ്ഞില്ലേ, ഒരു പറ്റം ജനം
കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കനുസരിച്ച് ഉപദേശിക്കുന്ന ആൾക്കാരെ വളർത്തിയെടുക്കും. പൗലോസ് പറഞ്ഞതാ തിമോഥെയോസിനോട്. അതായത് കേൾക്കുമ്പോൾ അവരുടെ ചെവികൾക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന അവരുടെ മോഹങ്ങളെ, ജഡത്തിൻ്റെ താല്പര്യത്തെ, ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളെ, ഇവിടത്തെ കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പറ്റം ഉപദേശിക്കുന്ന ആളുകളെ അവർ വളർത്തിയെടുക്കും. പക്ഷെ നീ വചനം പ്രസംഗിച്ചോണം. നീ സമയത്തും അസമയത്തും പോകാൻ ഒരുങ്ങി നിന്നോണം. കാഹളനാദത്തിന് വേണ്ടി നീ ഒരുങ്ങി നിന്നോണം. ഇത് പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? അധരങ്ങളുടെ വിഷയമാണിത്. അധരങ്ങളിൽ ശുദ്ധിയില്ലാത്ത ഒരു ജനം, കള്ളം പറയാൻ മടിയില്ലാത്ത ആളുകളുടെ നടുവിൽ പാർക്കുന്ന ഒരാള്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടയാളും കള്ളം പറയുന്നയാളായിട്ട് മാറിയാൽ എങ്ങനെയിരിക്കും? ദൈവം ആഗ്രഹിക്കാത്ത ജഡത്തിന്റെ ഉയർച്ചകളെ കുറിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുന്നവരെ സന്തോഷിപ്പിക്കാൻ ജഡത്തിന്റെ ലോകത്തിന്റെ കാര്യം മാത്രം പറയുന്ന അധരങ്ങളായിട്ട് ഒരു അധരം രൂപപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? യാഗപീഠത്തിന്റെ കനലുകൾ തൊട്ട് കഴിഞ്ഞപ്പോൾ പ്രവാചകൻ പറയുക, എന്നെ അയക്കണമേ. വലിയ പ്രവാചകൻ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചു. താഴെ പൗലോസ് വിളിച്ചു പറഞ്ഞൊരു വാക്യം യെശയ്യാവ് പറഞ്ഞു. അതായത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അവസാന അധ്യായത്തിൽ പൗലോസിൻ്റെ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം കേട്ട ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതും പറഞ്ഞ് പൗലോസിൻ്റെ പ്രസംഗത്തിന് ചെവി കൊടുക്കാതെ പോകുമ്പം അവരുടെ ബാക്കിൽ നിന്ന് പൗലോസ് വിളിച്ചു പറയുന്നൊരു വാക്യമാണ് പ്രവാചകനോട് പറഞ്ഞത്. ഈ ജനം ഹൃദയം കൊണ്ട് എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. അവർ ചെവി കൊണ്ട് കേൾക്കും, ഹൃദയം കൊണ്ട് അനുസരിക്കുന്നില്ല. അവരുടെ ഹൃദയം കഠിനമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാവ് പറഞ്ഞു. നിങ്ങളെക്കുറിച്ചാണെന്ന് പൗലോസ് പറഞ്ഞു. അപ്പം എന്താണ് ആ കാലഘട്ടത്തിൻ്റെ പ്രശ്നമെന്ന് മനസ്സിലായോ? യോഹന്നാൻ്റെ കാലഘട്ടത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. അധരം കൊണ്ട് നല്ല ബെസ്റ്റായിട്ട് ആത്മീകത വരുന്നുണ്ട്, ഹൃദയം കൊണ്ടില്ല, ജീവിതം കൊണ്ടില്ല. ഈ കാലഘട്ടത്തെ ചൊല്ലി സങ്കടപ്പെട്ടുകൊണ്ട് ഒരുവനെ കർത്താവ് പറഞ്ഞയക്കുക. നീ ജനത്തിൻ്റെ നടുവിലേക്ക് ഓടിച്ചെന്ന് അവരോട് പറയണം, ജീവിതമാണ് വിശ്വാസം, പ്രായോഗികതയാണ് ക്രിസ്തീയത, ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുന്നതാണ് ആത്മീകത. ഇത് നീ വിളിച്ചു പറയണം. ഇത് പറയുമ്പോൾ ഹൃദയം കഠിനപ്പെട്ട ഒരു വിഭാഗം ആളുകൾ നിന്നെ അംഗീകരിക്കുമെന്നൊന്നും വിചാരിക്കരുത്. എന്നിട്ട് കർത്താവ് ഒരു ഉപമ പറയുകയാണ് യെശയ്യാപ്രവചനത്തിൽ. കരുവേലകവും കരിമരവും വെട്ടി താഴെയിട്ടാൽ ആ കുറ്റി അവിടെ ശേഷിക്കും, മുച്ചൂടും അത് തീർന്നു പോകത്തില്ല. എന്നിട്ട് അതിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടുന്നത് പോലെ ഒരു ശേഷിപ്പുണ്ടാകും. 100 വർഷങ്ങൾക്ക് മുൻപ് ഈ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം ജ്വലിച്ചു പ്രകാശിച്ച ഒരു തീയായിരുന്നു ഈ ഉണർവ്. മരം വെട്ടിയിട്ടതുപോലെ വെട്ടിക്കളയപ്പെട്ട അവസ്ഥയിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അതിൽ നിന്നൊരു മുള പുറപ്പെടുന്നത് പോലെ ഒരു ഉണർവ് ദൈവം അയക്കും. കണ്ണുനീരോടെ അനുതാപത്തോടെ ഒരു പറ്റം ജനം ദൈവസനിൽ മുട്ടുകുത്തുന്ന ഒരനുഭവം കാഹളധ്വനിക്ക് മുൻപേ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നാം ഈ വചനം കേൾക്കുമ്പോൾ യോഹന്നാൻ വിളിച്ചു പറഞ്ഞ പ്രവചന ശബ്ദം അത് മാനസാന്തരത്തിന് ശബ്ദമായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ശിരസിൽ കരം വെച്ചുകൊണ്ട് ഇന്ന് പകൽ നമ്മോട് ആവശ്യപ്പെടുന്ന ഇത് തന്നെയാണ്. കാഹളം ധ്വനിക്കാറായി നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഹല്ലേലൂയ. യോഹന്നാനെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ അവൻ ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിൽ നിറയുമെന്നും, എന്നിട്ട് 1-ന്റെ 17-ാമത്തെ വാക്യത്തിൽ അവൻ ഏലിയാവിൻ്റെ ആത്മാവോടെ നടക്കുമെന്നുമാണ് അവനെക്കുറിച്ച് വിളിച്ചു പറഞ്ഞത്. ദൂതൻ പറയുന്ന വാക്കുകൾ പ്രവചന ശബ്ദമാണ് യോഹന്നാൻ സ്നാപകനെ കുറിച്ച്. ഏലിയാവിൻ്റെ ആത്മാവോടെ നടക്കുന്ന പ്രവാചകൻ. പലപ്പോഴും നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കാണ് ഏലീശയ്ക്ക് കിട്ടിയത്. അപ്പോൾ എന്നെയും സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചത് ഞാൻ ഓർക്കുന്നു. ആ സൺഡേ സ്കൂൾ പുസ്തകത്തിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്.
ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ഏലീശയ്ക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആ സൺഡേ സ്കൂൾ പുസ്തകത്തിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏലിയാവ് ചെയ്ത അത്ഭുതങ്ങളുടെ ഇരട്ടി അത്ഭുതം ഏലീശ ചെയ്തു. അപ്പോൾ എന്താണ് ആത്മാവ്? അത്ഭുതം ചെയ്യുക. പക്ഷേ അത് ഇവിടെ ചേരത്തില്ല. യോഹന്നാൻ സ്നാപകൻ ഏലിയാവിൻ്റെ ആത്മാവോടെ നടന്നവനെന്ന് വചനം പറയുന്നു. പക്ഷെ മരിച്ചവരെ ഉയർപ്പിച്ചില്ല, രോഗികളെ സൗഖ്യമാക്കിയില്ല. ഏലിയാവ് ഇത് അത്ഭുതങ്ങളൊന്നും ചെയ്തില്ല. പക്ഷെ ഒരു കാര്യം ചെയ്തു. ഏലിയാവ് വിളിച്ചു പറഞ്ഞു, അതേ സന്ദേശം വിളിച്ചു പറഞ്ഞു. ഏലിയാവ് വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെടുക ആഹാബേ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. ഏലീശ പൊതുജനത്തോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്. ഇതേ കാര്യം യോഹന്നാനും പറഞ്ഞു. അപ്പൊ പ്രവാചക ആത്മാവ്, പ്രവചനത്തിന്റെ ആത്മാവ്, പ്രവാചകന്റെ ആത്മാവ്, ഏലിയാവിന്റെ ആത്മാവ് ചെയ്തത് മനസാന്തരം വിളിച്ചു പറഞ്ഞു. നമുക്ക് കൊതിക്കാം, സഭകളിൽ ഒരു കാലം വരും പ്രവാചകന്മാർ എഴുന്നേറ്റ് നിന്ന് മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിക്കും. അത് കേൾക്കുന്ന ജനം മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് ഓടി വരും. ഒരു വേവ് ദൈവം അയക്കും, ഒരു വലിയ തിരമാല പോലെ അത് അടിക്കും. അങ്ങനെ ഒരു മാനസാന്തരത്തിന്റെ കാറ്റ് നമ്മുടെ ദേശത്തും ദൈവം അയക്കും. അത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഒരു കാലഘട്ടം ദൈവം റിപ്പീറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഉണർവിൻ്റെ കാലഘട്ടങ്ങളെക്കുറിച്ച് നമുക്കറിയാമല്ലോ. വെയിൽസിൽ നടന്ന ഉണർവും അങ്ങനെയുള്ള ഉണർവ്, ഇവാൻ റോബർട്ട്സ്, അവരൊക്കെ നമുക്കറിയാം. അവരെല്ലാം ചെയ്തത് കർണരസമാകുമാറ് പ്രസംഗിക്കുകയല്ലായിരുന്നു. അവരെല്ലാം ചെയ്തത് ന്യായവിധി വരുന്നേ, നിങ്ങൾ മാനസാന്തരപ്പെടുവി, ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ആ ജനം അത് സ്വീകരിച്ചതിൻ്റെ കാരണം ആ പ്രസംഗകന്റെ കഴിവല്ല. അവിടെ ഒരു കാറ്റടിക്കുന്നത് പോലെ ഒരു ദൈവപ്രവൃത്തി മാനസാന്തരത്തിലേക്ക് ഒരു ജനത്തെ നയിക്കുവാൻ ദൈവം അയച്ചിരുന്നു. അതുണ്ടായിരുന്നു. എന്തിനേറെ ബില്ലി ഗ്രഹാമിൻ്റെ കാലത്ത് പോലും ആ മനുഷ്യൻ, നിങ്ങൾക്ക് ന്യായവിധി ഉണ്ടാകും, പാപം ചെയ്യരുതെന്നാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണമെന്നാണ്. ഇത് കേൾക്കാൻ ആയിരങ്ങൾ തടിച്ചുകൂടിയെങ്കിൽ അതിൻ്റെ കാരണം ദൈവം അയച്ച ഒരു കാറ്റടിച്ചത് കൊണ്ടാണ്. നമ്മുടെ പ്രാർത്ഥന ഇതാകട്ടെ, ഞങ്ങൾ താമസിക്കുന്ന ഈ കാലഘട്ടത്തെ കണ്ടിട്ട് എൻ്റെ ദൈവമേ മനസ്സലിവ് തോന്നണമേ, ഒരു കാറ്റിനെ അയക്കണമേ, ഒരു മന്ദമാരുതൻ, ഒരു വടതിക്കാറ്റ്, ഒരു തെന്നിക്കാറ്റ് നിഹതന്മാരുടെ മേൽ അടിക്കണമേ. ജീവൻ നഷ്ടപ്പെട്ട് മരിച്ചവരെ പോലെ കിടക്കുന്ന ഉറങ്ങുന്ന ചിലര് ഉണർന്നെഴുന്നേൽക്കേണ്ടതിന്, അങ്ങേ കാണേണ്ടതിന്, അവരിൽ ശ്വാസമുണ്ടാകേണ്ടതിന്, അവർ ജീവനുള്ളവരായി ക്രിസ്തു ജീവിക്കുന്ന അവരുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കേണ്ടതിന്, ആമേൻ, ശവപ്പറമ്പ് ഒരു സൈന്യമായി മാറേണ്ടതിന്, അസ്ഥികൂമ്പാരം ഒരു സൈന്യമായി മാറേണ്ടതിന്, വടതിക്കാറ്റേ, ഒരു തെന്നിക്കാറ്റേ, ഈ നിഹതന്മാരുടെ മേൽ അടിക്കണമേ എന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞതുപോലെ കർത്താവേ ഒരു കാറ്റയക്കണമേ. യോഹന്നാൻ ഇതുപോലെ പ്രസംഗിച്ചെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു ഒരുക്കമുണ്ട്. ഈ ഒരുക്കം തീവ്രമായ ഒരനുഭവത്തിൻ്റെ ഒരുക്കമാണ് കേട്ടോ. എന്താണെന്നറിയാമോ? ഒന്ന്, ഒരപ്പനും അമ്മയിൽ നിന്നാണ് ഇത് ആരംഭിച്ചത്. ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുക, പലപ്പോഴും പറയുന്നത് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. ഈ ഇരിക്കുന്നതിനകത്ത് നിന്ന് ഒരപ്പനെയും അമ്മയെയും ദൈവം ആഗ്രഹിക്കുന്നു. എന്തിനാണെന്നറിയാമോ? ഒരു തലമുറയുടെ ബ്രെയിനകത്തോട്ട് കാലഘട്ടത്തിൻ്റെ ആത്മീക അപജയത്തെക്കുറിച്ചുള്ള ഒരു ദർശനം പകർന്നു കൊടുക്കാൻ. അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോഴാണെന്നറിയാമോ? 2 വയസ്സുള്ളപ്പം, 1 വയസ്സുള്ളപ്പം, 3 വയസ്സുള്ളപ്പം തലമുറയുടെ മുഖത്തേക്ക് നോക്കിയിട്ട്, കുഞ്ഞേ, നിന്നെക്കുറിച്ച് തമ്പുരാനൊരു സ്വപ്നമുണ്ടെന്ന് പറയാൻ. അങ്ങനെ പറയണമെങ്കിൽ ഒരപ്പനും അമ്മയും തീവ്രമായ ചില അനുഭവങ്ങളിലൂടെ പോകണം. ഒരു ശുശ്രൂഷകൻ
ഒരു പുരോഹിതനായ സെഖര്യാവ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയായ എലിശബത്ത്, ദൈവത്തെ കാത്തിരുന്നവര്, ആത്മീകതയിൽ നിലനിന്നവര്, ജനത്തിൻ്റെ നടുവിൽ സാക്ഷ്യമായി നിന്നവര് മക്കളില്ലാത്തവരായി മാറണമായിരുന്നു. അവർ മക്കളില്ലാത്തവരായി മാറിയപ്പോൾ ആ വേദന അണപൊട്ടി പുറത്തേക്ക് വന്നത് പ്രാർത്ഥനയായിട്ടായിരുന്നു, ദൈവത്തോടുള്ള അടുപ്പമായിട്ടായിരുന്നു. ആത്മീക നവോത്ഥാനം നടന്നുകൊണ്ടേയിരുന്നു. ആളുകൾ അവരെ നോക്കി പുച്ഛിക്കും തോറും അവരാത്മീകമായി വളർന്നുകൊണ്ടേയിരുന്നു. ഒരു തീവ്രമായ രൂപപ്പെടൽ. അതെവിടം വരെ ചെന്നു എന്നറിയാമോ? അതിപരിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ തിരിഞ്ഞു നോക്കുമ്പം ഒരു മാലാഖ അവിടെ ഇറങ്ങി നിൽക്കുക. സെഖര്യാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിനക്ക് ദൈവം ഒരു കുഞ്ഞിനെ തരാൻ പോകുന്നു. അവനെ നീ ദൈവത്തിന് വേണ്ടി വളർത്തണം, അവനെ നീ ദൈവത്തിന് വേണ്ടി രൂപപ്പെടുത്തണം. ഈ കാലഘട്ടത്തിൻ്റെ ശബ്ദമായിട്ട് ദൈവം അവനെ മാറ്റാൻ ദൈവം നിന്നെ കണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ മനുഷ്യന് അവൻ സംസാരിക്കാൻ പറ്റാത്ത ഒരു അടയാളം കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി ഇവരുടെ ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഒരു കുഞ്ഞിനെ ദൈവം കയ്യിലോട്ട് കൊടുത്തു. ഈ കുഞ്ഞിനോട് ഈ അപ്പനും അമ്മയും പറഞ്ഞത്, മോനെ, ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ സ്വർഗം നിന്നെക്കുറിച്ചൊരു പദ്ധതി എഴുതിയതാ. ആ പദ്ധതി ഈ ലോകത്തിൻ്റെ ജഡത്തിൻ്റെ ഇവിടത്തെ നേട്ടങ്ങളുടെ സിംഹാസനത്തിൻ്റെ മേളിൽ നീ ഇരിക്കുമെന്നുള്ളതല്ല, നീ രാജ്യങ്ങൾ സഞ്ചരിച്ച് പ്രശസ്തനാകുമെന്നുള്ളതല്ല. ആ എഴുതിയിരിക്കുന്ന എഴുത്ത് നീ ജനിക്കുന്നതിന് മുൻപേ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി പണം കൊണ്ട് നിന്നെ മൂടുമെന്നുള്ളതല്ല. ജനത്തെ കാണുമ്പോൾ നിന്റെ അകത്തൊരാത്മദാഹമുണ്ടായിട്ട് നിന്നിലൂടെ ഒരു കാലഘട്ടത്തിൻ്റെ ഉണർവ് നടക്കുമെന്ന്. ആദ്യമൊന്നും ഇവനിതൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ വളരും തോറും ഇവനൊരു കാര്യം മനസ്സിലായി, മേളിലൊരു ദൈവമുണ്ട്. ആ ദൈവം എന്നെക്കുറിച്ച് ചില പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് മനസ്സിനകത്ത് നിറഞ്ഞ് 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 പിന്നെ ഒരു പ്രശ്നമുണ്ട്. ഇവൻ ആളുകളെ കാണുമ്പോൾ ആൾക്കാർക്ക് ഇതൊന്നും കാര്യമല്ല. ഇപ്പം യോഹന്നാൻ തൻ്റെ സുഹൃത്തുക്കളോട് എന്ന് വർത്താനം പറയാന്ന് വിചാരിച്ച്, എടോ ഇങ്ങനെയൊന്നും പോയാൽ പോരാ കേട്ടോ, നീ ദൈവത്തിന് വേണ്ടി ജീവിക്കണം കേട്ടോ. അപ്പം അവർ പറയാ, നീ ജീവിച്ചോടാ, നീ വട്ടനാ. വേറൊരാളുടെ ചെന്ന് പറയും, പാപം ചെയ്യരുതേ. അവർ നീ ആരാ എന്നോട് പാപം ചെയ്യരുതെന്ന് പറയാം, നീയും ചെയ്യടാ പാപം. അവസാനം യോഹന്നാൻ ഒരു കാര്യം മനസ്സിലായി, ഇത് നടക്കുന്നില്ല. യോഹന്നാൻ എന്ത് ചെയ്യുന്നറിയാമോ? നേരെ മരുഭൂമിയിലേക്ക് പോയി. അവിടെ ചെന്ന് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും കെട്ടി വെട്ടിക്കിളിയും കാട്ടുതേനും തിന്ന് അവിടെ അങ്ങ് താമസിച്ചു. അവിടെ താമസം എന്തു പറ്റി? ഓരോ ദിവസങ്ങളിലും അവൻ ദൈവത്തെ കാണാൻ തുടങ്ങി, അവൻ ദൈവത്തെ കേൾക്കാൻ തുടങ്ങി, ദൈവം അവിടെ ഇറങ്ങി വരാൻ തുടങ്ങി. ചില ഏകാന്തതയുടെ അനുഭവങ്ങൾ നിന്റെ രൂപപ്പെടുത്തലാ ദൈവബദലേ. മരുഭൂമിയുടെ അനുഭവങ്ങൾ ദൈവശബ്ദം കേൾക്കാനാ. ചില തകർച്ചകളും പരാജയങ്ങളും ദൈവശബ്ദം കേൾക്കാനാ. ഇത് കേൾക്കുമ്പോൾ അകത്തൊരു രൂപപ്പെടൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. ദൈവത്തിൻ്റെ പദ്ധതി അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഒരു വിത്ത് ആ ചെളിയിലേക്ക് വലിച്ചെറിയുന്നത് പോലെ, ആ ചെളിയിൽ വീണ് കിടക്കുന്ന വിത്ത് അതിങ്ങനെ വികസിച്ച് അത് പൊട്ടി തകരുന്നത് പോലെ, അതിൻ്റെ സംരക്ഷണത്തിൻ്റെ കവചം ഇത്ര നാളുകൾ അതിനെ സംരക്ഷിച്ച് നിർത്തിയ പുറംതോട് പൊട്ടി തകരുന്നത് പോലെ ഈ തകർച്ച ഒരു മുള പൊട്ടി പുറപ്പെടാൻ വേണ്ടിയ, ഒരു പുതിയ തുടക്കമുണ്ടാകാൻ വേണ്ടിയ തീവ്രമായ അനുഭവങ്ങൾ, തീച്ചൂളയുടെ അനുഭവങ്ങൾ, നോവുന്ന വേദനകൾ, കരയുന്ന രാത്രികൾ, തലയണയെ നീ കണ്ണുനീര് കൊണ്ട് നനയ്ക്കുന്നത് ഒരു രൂപപ്പെടല. ദൈവ ശബ്ദത്തിന് വേണ്ടി കാതോർത്തോ, ദൈവ ശബ്ദത്തിന് വേണ്ടി കാത്തിരുന്നോ. നിന്റെ കിടക്കമേ നീ ധ്യാനിക്കുമ്പോൾ അവൻ നിനക്ക് ദർശനത്തെ തരും, കാഴ്ചപ്പാടിനെ തരും, രൂപപ്പെടൽ നടക്കും. നീ ഒരു അത്ഭുതമാകും. ദൈവത്തിന്റെ പദ്ധതി നിന്നിലൂടെ നടക്കുക തന്നെ ചെയ്യും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മനുഷ്യന്റെ രൂപപ്പെടൽ നടന്നതുപോലെ ജീവിതത്തിനകത്ത് ദൈവിക രൂപപ്പെടൽ നടന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി കണ്ണുനീരിൻ്റെ താഴ്വരകൾ നീ കാണുന്നുണ്ടെങ്കിൽ ദൈവത്തോട് പറ, എല്ലാ കണ്ണുനീരുകൾക്ക് നന്ദിയപ്പ, അവയിലൂടെ നീ എന്നെ രൂപപ്പെടുത്തുകയായിരുന്നു. ഒറ്റപ്പെടലിൻ്റെ വിരൽ ചൂണ്ടുകൾ അനവധിയായി നിന്റെ നേരെ വന്ന ദിവസങ്ങൾ ഒരു ട്രോമയായിട്ട് നിന്റെ മനസ്സിൽ ഓർക്കുന്നുണ്ടെങ്കിൽ അവിടെയും കർത്താവിന് നന്ദി പറ. അപ്പാ, അതിൻ്റെ നടുവിലൂടെയും നീ എന്നെ രൂപപ്പെടുത്തുകയായിരുന്നു. മുന്നോട്ട് നോക്കിയ ഒരു പ്രതീക്ഷയും കാണാതിരുന്ന നാളുകൾ അത് ജീവിതത്തിനകത്ത് ഓർമ്മ വരുമ്പോൾ ദൈവത്തിന് നന്ദി പറ. അപ്പാ, അതിൻ്റെ നടുവിലൂടെയും നീ എന്നെ രൂപപ്പെടുത്തുകയായിരുന്നു. ഹല്ലേലൂയ. ഈ രൂപപ്പെടൽ യോഹന്നാനിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ മരുഭൂമിയും ഈ ഏകാന്തതയും എന്തെല്ലാം ദർശനങ്ങൾ യോഹന്നാൻ കണ്ടെന്ന് യോഹന്നാൻ എഴുതിയില്ല. സത്യം പറഞ്ഞ യോഹന്നാൻ സ്നാപകൻ ഒരു പുസ്തകം എഴുതിയിരുന്നെങ്കിൽ ബൈബിളിലെ പുസ്തകങ്ങളിലേക്കും വെച്ച് ഏറ്റവും ശക്തമായ പുസ്തകമായനെ തൻ്റെ മരുഭൂമി അനുഭവങ്ങളെക്കുറിച്ച് എഴുതിയിരുന്നെങ്കിൽ. അവരാരും അത് എഴുതാൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെട്ടില്ല. അതുകൊണ്ട് അവർ എഴുതിയില്ല. കാരണം അവരുടെ ദൗത്യം വേറെയായിരുന്നു. എനിക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റും. മരുഭൂമിയിൽ നിന്ന് യോഹന്നാൻ അവൻ്റെ ജീവിതത്തിൽ കുറച്ച് കാഴ്ചപ്പാടുകളുണ്ടായി. നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ, വലിയ പാടായത്. ആർക്കാണ് നല്ല അങ്കി ധരിച്ച് നടക്കാൻ ഇഷ്ടമില്ലാത്തത്? അതും കിളവനൊന്നുമല്ല യോഹന്നാൻ, ചെറുപ്പക്കാരനാ. നല്ല യൗവന പ്രായമുള്ള 10-30 വയസ്സ് പ്രായമുള്ള യൗവനക്കാരനാ യോഹന്നാൻ. ആർക്കാണ് നല്ല കളറുള്ള അങ്കി ധരിച്ച് നടക്കാൻ ഇഷ്ടമില്ലാത്തത്? അതും മഹാപുരോഹിതനായി ശുശ്രൂഷ ചെയ്യാൻ തെരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ മോന് സമ്പത്തില്ലേ, അവന് ജീവിത സാഹചര്യങ്ങളില്ലേ, അവന് നല്ല സാമൂഹിക പശ്ചാത്തലമുണ്ട്. ആർക്കാണ് ഒരു കല്യാണം കഴിച്ച് ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ സ്വപ്നമില്ലാത്തത്? ആർക്കാണ് ജീവിതത്തിൻ്റെ കംഫർട്ടുകൾ ആഗ്രഹമില്ലാത്തത്? മർദ്ദവമുള്ള കിടക്കയിൽ കിടന്നുറങ്ങാൻ ഏത് ചെറുപ്പക്കാരന് ആഗ്രഹമില്ലാത്തത്? ഈ മനുഷ്യൻ എന്താ ചെയ്തെന്നറിയാവോ? തൻ്റെ സ്വപ്നങ്ങളെ കത്തിച്ചു കളഞ്ഞു. തൻ്റെ ഉടുപ്പ് ഒട്ടക രോമം കൊണ്ടുള്ള ഒരു തോൽവാരം കെട്ടി താൻ ജീവിച്ചു. എത്ര നല്ല ഭക്ഷണം കഴിച്ചു വളരാൻ എന്തോരു സാഹചര്യങ്ങളുള്ളതിനെ മുഴുവനും ഈ വേണ്ടെന്ന് വെച്ചിട്ട് കാട്ടുതേനും വെട്ടുക്കിളിയൊക്കെ ഭക്ഷിച്ച്, അതായത് ദർശനം കിട്ടുന്നതിൻ്റെ പുറകിലൊരു ത്യാഗമുണ്ട്, തീവ്രമായ ത്യാഗങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കലുണ്ട്. ആരൊക്കെ ഏതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ദൈവം കൂടുതൽ കൂടുതൽ അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ഓരോ ത്യാഗങ്ങളും നമ്മെ ക്രിസ്താനുരൂപമായി രൂപപ്പെടുത്തുന്നതാണ്. ദൈവത്തിന് വേണ്ടി നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്ന ഓരോ സുഖ സൗകര്യങ്ങളും ക്രിസ്തുവിന് വേണ്ടി രൂപപ്പെടലിൻ്റെ ആഴമായ ദൈവപ്രവർത്തികളായിട്ട് മാറുന്ന ഒരു അനുഭവം. അങ്ങനെയുള്ളിടത്താണ് ദർശനം കിട്ടുന്നത്. യാക്കോബിന് വീട്ടിൽ നിന്നപ്പോൾ ദർശനം കിട്ടിയില്ല. പക്ഷെ എന്ന് വീട്ടിൽ നിന്ന് വലിച്ചെറിയപ്പെട്ടോ കല്ല് മാത്രം തലയണയായി വെച്ച് ആ ചെറുപ്പക്കാരൻ ഉറങ്ങിയത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. പരിചാരക വൃന്ദം ഉണ്ടായിരുന്നു, ആയിരക്കണക്കിന് ആളുകൾ ചുറ്റും തൻ്റെ ആജ്ഞാനുവർത്തികളായി ഉണ്ടായിരുന്നു. തന്നെ നോക്കാൻ, തനിക്ക് ഇഷ്ടമുള്ള ആഹാരം പാചകം ചെയ്തു തരാനുള്ള സംഘങ്ങൾ തനിക്ക് വീട്ടിനകത്തുണ്ടായിരുന്നു. ഒരു നാട്ടുരാജാവിൻ്റെ പൈതലായിട്ട് ജീവിക്കുന്ന കംഫർട്ടിൽ ജീവിച്ച യാക്കോബാണ് കല്ല് തലയണയായിട്ട് വെച്ച് ഒരു തെരുവോരത്ത് കിടന്ന് ഇല്ലെങ്കിൽ ഒരു വിജനമായ സ്ഥലത്ത് കിടന്നുറങ്ങുന്നത്. അന്ന് താൻ ദർശനം കണ്ടെന്ന് എഴുതിയിരിക്കുന്നത്. കല്ല് മാത്രം തലയണയാകുന്ന ചില ജീവിത സാഹചര്യങ്ങൾ, പരുപരുത്ത യാഥാർത്ഥ്യങ്ങളിലൂടെ പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, മുന്നോട്ട് നോക്കിയാൽ ഒരെത്തും പിടിയും കിട്ടാത്ത ജീവിത സാഹചര്യങ്ങൾ, നാളെ എന്താകുമെന്ന
ഉത്തരമില്ലാത്ത ജീവിത സാഹചര്യങ്ങൾ, ഒരുപക്ഷെ ഇരുട്ടവിടെ വ്യാപിക്കുമ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഈ മനുഷ്യൻ്റെ ഭാവി മുരുളും ഇരുളടഞ്ഞതായി തീരുന്ന ഇങ്ങനെ ഒരു ഇല്ലായ്മ തനിക്ക് വന്നല്ലോ എന്ന് രോദനപ്പെടാം. പക്ഷെ ഇരുട്ട് മൂടിയപ്പോൾ ആമേൻ സ്തോത്രം, ഈ മനുഷ്യൻ്റെ കണ്ണങ്ങ് തുറന്നു. അദ്ദേഹം നോക്കിയപ്പോൾ സ്വർഗം തുറന്ന് ഒരു ഗോവേണിങ്ങനെ സ്വർഗത്തിലേക്ക് അവിടുന്ന് ദൂതന്മാർ ആമേൻ ഇവിടുന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ മേളിൽ നിന്നുകൊണ്ട് ദൈവം തന്നോട് സംസാരിച്ചു, യാക്കോബേ, എനിക്ക് നിന്നെ കാണാം, ഞാൻ നിന്നെ അറിയുന്നു, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നീ ഭയപ്പെടണ്ട, നീ തിരിച്ചു വരും, ബഹുസമ്പത്തോടെ നീ വരും, അന്നിവിടെ നീ ആലയം ആയിട്ട് നീ ദൈവത്തെ ആരാധിക്കും എന്നൊക്കെ പറഞ്ഞ് സ്വർഗം തുറന്ന് ഇതുപോലൊരു ദർശനം പ്രാപിക്കണമെങ്കിൽ പരുപരുത്ത കല്ല് തലയണയായി വെക്കേണ്ട അനുഭവങ്ങളുണ്ടായി. പലപ്പോഴും നമ്മുടെ കംഫർട്ട് സോൺ അല്ലേ ആത്മീക വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്? ജോലി തിരക്കല്ലേ ആത്മീക വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്? നമ്മുടെ മർദ്ദവമുള്ള കിടക്കകളല്ലേ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്? എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഇതൊക്കെ വലിച്ചെറിഞ്ഞ നിമിഷം യോഹന്നാൻ രൂപപ്പെടല് അവന്റെ ജീവിതത്തിൽ നടക്കുവാനിടയായി. എന്നിട്ട് വന്ന് വിളിച്ചു പറയുകയാണ്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന് ശബ്ദമാവിത്, കർത്താവിൻ്റെ വഴിയൊരുക്കി. 3-ാം വാക്യം, കർത്താവിൻ്റെ വഴിയൊരുക്കി അവൻ്റെ പാത നിരപ്പാക്കുവീൻ. ആഹ്വാനം എന്നാന്ന് കേട്ടോ? വഴി ഒരുക്കിക്കൊള്ളാൻ. കർത്താവ് വരുന്നു. ഞാനതിനെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം. അന്ന് ഭൗമികമായി ഈ ഭൂമിയിൽ കർത്താവ് വരുന്നു, കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നു എന്നുള്ളതിൻ്റെ കാഹള ശബ്ദമായിരുന്നു യോഹന്നാൻ വിളിച്ചു പറഞ്ഞതെങ്കിൽ, ഈ കാലഘട്ടത്തിൽ നമുക്കും വിളിച്ചു പറയാൻ അതേ സന്ദേശമുണ്ട്. വനമേഘങ്ങളിൽ കർത്താവ് വരാറായി. അത് നമുക്കും പറയാനൊരു സന്ദേശമുണ്ട്. കർത്താവ് വരുന്നു. അതേതു സമയം വേണമെങ്കിലും സംഭവിക്കാം. അതോടൊപ്പം പറയുന്ന അടുത്ത സെന്റൻസ്, വഴിയൊരുക്കിക്കോ. അതായത് ചില ദൈവ പ്രവർത്തികൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ചില വഴികളുണ്ട്. വഴിയൊരുക്കുവീൻ. അതായത് ഒരു പട്ടണത്തിലെ പാപിനിയായ സ്ത്രീ, അവൾക്കൊരു വലിയ ഫൊർഗിവ്നെസ് കിട്ടുകയും അവളുടെ ജീവിതം തന്നെ രൂപാന്തരപ്പെടുകയും ചെയ്തതിൻ്റെ കാരണം അവൾ കർത്താവിൻ്റെ അടുക്കൽ വന്നു. പബ്ലിക്കായിട്ട് അവൾ കർത്താവിൻ്റെ കാലിൽ കണ്ണുനീര് കൊണ്ട് നനച്ചു, കൺഫസ് ചെയ്തു, ഒരുക്കുകയായിരുന്നു. അവൾ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവിക സ്പർശനത്തിന് വേണ്ടി സ്വയം ഒരുക്കുകയായിരുന്നു അവൾ. സക്കായി കർത്താവ് തൻ്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞത്, തൻ്റെ വീട്ടിലേക്ക് കർത്താവ് കയറുന്നതിന് മുൻപേ കർത്താവിൻ്റെ മുന്നിലോട്ട് കയറി എന്ന് വെച്ച് പറഞ്ഞു, ഇതാ കർത്താവേ, എന്തേലും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി ഞാൻ തിരിച്ചു കൊടുക്കാൻ പോവാ. വഴിയൊരുക്കി. എരിഹോവിലൂടെ കർത്താവ് വരുന്നു എന്നറിഞ്ഞത് ഒരു കുരുടൻ അവിടെ നിന്ന് വിളിച്ചു, യേശുവേ ദാവീദ് പുത്ര, എന്നോട് മനസ്സലിയണമേ. അവൻ വഴി ഒരുക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ ആ വാക്കുകൾ ഞാൻ ഒന്നും കൂടെ പറയാം. അന്ന് 2 പേർ കിടക്കമേലായിരിക്കും. ഒരു വ്യക്തി പോകും, മറ്റേ വ്യക്തി പോകത്തില്ല. 2 പേർ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഒരു വ്യക്തി പോകും, മറ്റേ വ്യക്തി പോകത്തില്ല. 2 പേർ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരു വ്യക്തി പോകും, മറ്റേ വ്യക്തി പോകത്തില്ല. അതിനൊരു ശാസ്ത്രീയ വശം ഒന്ന് ചിന്തിച്ചേ. കാഹളം ധ്വനിക്കുന്ന നിമിഷം 2 പേർ കിടക്കമേലെന്ന് പറഞ്ഞാൽ രാത്രി, 2 പേർ തിരികലിൽ പൊടിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ വൈകുന്നേരം, 2 പേർ വയലിൽ എന്ന് പറഞ്ഞാൽ പകല്. എപ്പോഴാണ് എഴുതിയത്? 1-ാം നൂറ്റാണ്ടിൽ. അന്ന് മനുഷ്യൻ എന്താ വിചാരിച്ചുകൊണ്ടിരുന്നത്? ഭൂമി പരന്നതാ, ഭൂമി ഉരുണ്ടതാണെന്നും ഒരിടത്ത് ഇരുട്ട് വരുമ്പോൾ ഒരിടത്ത് പകല് വരുമെന്ന് എന്നാ കണ്ടുപിടിച്ച് കുറേ നൂറ്റാണ്ടുകൾ കൂടെ കഴിഞ്ഞേച്ച്. വചനം മാറ്റമില്ല, ശാസ്ത്രം മാറും,
വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഇതിനകത്തുനിന്ന് മാറില്ല. എന്നെക്കുറിച്ച്, എൻ്റെ ഭാവിയെക്കുറിച്ച്, എൻ്റെ നിത്യതയെക്കുറിച്ച് ഇതിൽ എഴുതിയിരിക്കുന്നത് ഒന്നും മാറില്ല. ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, എൻ്റെ വചനങ്ങൾക്കോ മാറ്റമുണ്ടാവുകയില്ല. ഇനി ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം. 2 പേർ അതിലൊരാൾ പോകുമെന്ന് പറഞ്ഞാൽ ശതമാനം എത്ര? 50%. ആ ശതമാനക്കണക്ക് വെച്ച് നോക്കിയാൽ കർത്താവ് വരുമ്പോൾ 100 പേര് കാത്തിരിക്കുന്നവരിൽ 50 പേരെ പോകത്തുള്ളൂ. ആ പോകുന്ന 50 കൂട്ടത്തിൽ നമ്മളും ആകട്ടെ. ആ 50% കൂട്ടത്തിൽ നമ്മളും കാണട്ടെ. ലോകത്തിലൊന്നും നേടിയില്ലേലും ആത്മാവിൻ്റെ നിത്യത നേടാൻ, ലോകത്തിലൊന്നും സമ്പാദിച്ചില്ലേലും സ്വർഗത്തിൽ നിക്ഷേപം കരുതാൻ, ലോകത്തിൽ ഉയർച്ചയൊന്നും ഉണ്ടായില്ലേലും ക്രിസ്തുവിൻ്റെ കൈപിടിച്ച് നടക്കാൻ, ലോകത്തിൽ നീ ഒരു പരാജയമെന്ന് ചാപ്പകുത്തപ്പെട്ടാലും വിജയിയായ ക്രിസ്തുവിനെ പറ്റിച്ചേർന്ന് നിൽക്കുവാൻ. ഹല്ലേലൂയ. വഴി ഒരുക്കാനുള്ളൊരാഹ്വാനം, അതാ പ്രവചന ശബ്ദം. വഴിയൊരുക്കാൻ പറഞ്ഞ പലരും കായീനോട് പറഞ്ഞു, കായീനേ, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ ജയിക്കണം. കായീൻ തയ്യാറായില്ല, വഴി ഒരുങ്ങിയില്ല. അന്യായ ബന്ധനങ്ങളെ തകർക്കുവീൻ, നുഖത്തിൻ്റെ അമിക്കയറുകളെ പൊട്ടിച്ചു കളയുവീൻ. ഇതല്ലയോ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. പേടിച്ച് വിറച്ച് ശമൂവേലിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണേന്നും പറഞ്ഞുകൊണ്ട് വന്ന ജനത്തോട് ശമൂവേൽ പറഞ്ഞു, നിങ്ങൾ ഉപവസിക്കുവീൻ, ദൈവസന്നിധിയിൽ സമർപ്പിക്കുവീൻ. അപ്പം ഫെലിസ്തർ ഇങ്ങനെ അടുത്ത് വരിക. വഴി, വേറെ വഴിയൊന്നുമില്ല, ഒരൊറ്റ വഴിയേ ഉള്ളൂ, മുഴങ്കാലിൽ വീഴുവീൻ, കരയുവീൻ. അവരങ്ങനെ തന്നെ ചെയ്തു. ബാക്കി തമ്പുരാനങ്ങ് ഏറ്റെടുത്തു, ഇടിമുഴക്കി അവരെ ചതറിച്ചു കളഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഉണ്ടാകാൻ വേണ്ടി വഴിയൊരുക്കുവീൻ. എന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ 7-ാമത്തെ വാക്യം, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞോടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശം ആർ? മനസ്സാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. 7-ാം വാക്യം, തൻ്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്കിലും ചിലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന് തൊട്ട് താഴെ 11-ാം വാക്യത്തിൽ പറയുക, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നേ ഉള്ളൂ, എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു, അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. ഈ പറയുന്ന പരീശന്മാരെയും സദൂക്കരെയും സർപ്പസന്തതികളെ, ഞാനിതിനെക്കുറിച്ച് ഒരു വ്യാഖ്യാനം ഇങ്ങനെ വായിക്കുകയുണ്ടായി. ആ വ്യാഖ്യാനം എഴുതിയിരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ചിന്ത എഴുതിയിരിക്കുക, തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്ന ആൾ വരുന്നുവെന്നും സർപ്പസന്തതികളെന്നൊക്കെ വിളിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ മാനസാന്തരവും ഈ ഇമേജും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ, ഈ യോഹന്നാൻ താമസിച്ച മരുഭൂമിയിൽ, അതൊരു മരുഭൂമി ആയതുകൊണ്ട്, ഡ്രൈ ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഇടയ്ക്ക് എപ്പോഴേലും അവിടെ വൈൽഡ് ഫയർ ഉണ്ടാവും. അതൊരു വേനൽക്കാലത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. എവിടെന്നെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായാൽ ഈ തീ ഇങ്ങനെ കത്തിപ്പിടിക്കും. അപ്പോൾ ഈ മരുഭൂമിയിൽ ഒരു പ്രശ്നമുണ്ട്, ഒരു അപകടമുണ്ട്. മരുഭൂമിയിൽ നടക്കുന്നവരെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു അപകടമുണ്ട്. അത് മണലിനകത്ത് പൂണ്ട് കിടക്കുന്ന അണലികളാണ്. അത് മണലിനകത്ത് ഇങ്ങനെ കിടക്കുന്ന ആരും കാണത്തില്ല. ചവിട്ടുമ്പോൾ അത് സ്വിഫ്റ്റായിട്ട് സെക്കൻഡിൻ്റെ സ്പ്ലിറ്റ് ഓഫ് ദ സെക്കൻഡ് അത് കൊത്തിയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് മരുഭൂമിയിൽ ആളുകൾ മരിച്ചു വീഴുന്നത്. പക്ഷേ ഈ തീ ഇങ്ങനെ കത്തി അങ്ങ് ചെല്ലുമ്പോൾ എവിടെയും ഈ അണലി മറഞ്ഞിരിപ്പുണ്ടെങ്കിൽ അതെല്ലാം ഇറങ്ങി ജീവനും കൊണ്ട് ഓടുന്നതാണ്. ഇതാണ് തീയുടെ പ്രത്യേകത, ശുദ്ധീകരിക്കുന്ന തീ.
എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ കയ്യിൽ തീയുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കി, മാനസാന്തരമായിട്ട് ബന്ധിപ്പിച്ച് നോക്കി. എൻ്റെ അകത്ത് മണലിൽ പുതഞ്ഞു കിടക്കുന്നത് പോലെ, ഒറ്റ നോട്ടത്തിൽ ആർക്കും കാണാൻ പറ്റാത്തതുപോലെ ഏതെങ്കിലും വിഷത്തിൻ്റെ പാപത്തിൻ്റെ അണലി കിടപ്പുണ്ടെങ്കിൽ, എന്നെ പരസ്യമായി കാണുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതാണെങ്കിൽ, നിങ്ങളുടെ അകത്തത് കിടപ്പുണ്ടെങ്കിൽ, പരസ്യമായി ആർക്കും അതിനെ കണ്ടെത്താൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അതിനെ ചവിട്ടുമ്പോഴേ അത് കടിക്കത്തുള്ളൂ. നമ്മൾ സാധാരണ ഇങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെയൊക്കെ പറമ്പിൽ പാമ്പുകളുണ്ട്. വിഷം ഉള്ളതുകൊണ്ട് വിഷമില്ലാത്തതുകൊണ്ട്. ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ ചേരയും മൂർഖനെയും തിരിച്ചറിയാൻ പറ്റത്തില്ല. തിരിച്ചറിയാനുള്ളൊരു വഴിയുണ്ട്. ഒരു ഇച്ചിരി മണ്ണെടുത്ത് അതിൻ്റെ ദേഹത്തോട്ടങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അത് മൂർഖനാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി, ചേരയാണെങ്കിൽ അത് ഓടിപ്പോവും എന്ന് പറഞ്ഞതുപോലെയാണ്. ഇതിങ്ങനെ പൊതഞ്ഞ് കിടക്കുമ്പം ഇത് ഏത് ഇനമാണെന്ന് അറിയത്തില്ല. ചവിട്ടണം അറിയണമെങ്കിൽ, ഒന്ന് തൊട്ട് നോക്കണം, ഒന്ന് ഇറിറ്റേറ്റ് ചെയ്ത് നോക്കണം, ഒന്ന് കോപിപ്പിച്ച് നോക്കണം, അവകാശത്തെ കവർന്നെടുത്ത് നോക്കണം, ഒന്ന് അപഹസിച്ച് നോക്കണം, ഒന്ന് വിരൽ ചൂണ്ടി നോക്കണം, ഒന്ന് പബ്ലിക്കായിട്ട് ഹരാസ് ചെയ്ത് നോക്കണം. എന്താ ഇനമെന്നറിയാം. പക്ഷെ തീ വന്നാൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൻ്റെ തീ എന്നിൽ കത്തണമേ. തീ ഇറങ്ങട്ടെ, എല്ലാം ചാരമാകട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന ഒരു മുത്താകട്ടെ. യോഹന്നാന്റെ പ്രവചന ശബ്ദം ഇന്ന് പകൽക്കാലം എന്നോടുള്ള ശബ്ദമാ, നമ്മളോടുള്ള ശബ്ദമാ. കാഹളം ധ്വനിക്കുന്നതിന് മുൻപേ പതുങ്ങിക്കിടക്കുന്ന സകല പാപത്തിന്റെ വിഷവും അത് പുറത്തു പോകട്ടെ. ഞാനൊന്ന് ശുദ്ധമാകട്ടെ, തിളങ്ങുന്ന മുത്താകട്ടെ. ഹല്ലേലൂയ. ഇത് തന്നെയാണ് എലിയാവിൻ്റെ ആത്മാവ്, ഇത് തന്നെയാണ് പ്രവാചകൻ. അത് കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ തീയുമായിട്ട് ബന്ധപ്പെട്ട് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. മലാക്കി വിളിച്ചു പറഞ്ഞല്ലേ, അഹങ്കാരികളൊക്കെ താളടിയാകുന്നൊരു ദിവസം വരുന്നു. എന്നാൽ നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോപശാന്തിയോടെ. യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടതും തീ ഇറങ്ങുന്നതാ. ഈ കാണുന്ന സകലത്തിനെയും ദഹിപ്പിക്കുന്ന ദൈവത്തിൻ്റെ തീ. പത്രോസ് കണ്ടതും അതാ. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും, ഭൂമിയും അതിൻ്റെ പണികളും വെന്തുപോകും. മൂലപദാർത്ഥം എന്നാൽ ആറ്റം. അത് വിഘടിക്കുമെന്ന് 1-ാം നൂറ്റാണ്ടിൽ പത്രോസ് എഴുതി വെച്ചു. ആറ്റം വിഘടിക്കുമെന്ന് മനുഷ്യൻ കണ്ടെത്താൻ പിന്നെ 19 നൂറ്റാണ്ടുകൾ വെയിറ്റ് ചെയ്യേണ്ട വന്നു. ശാസ്ത്രം തെറ്റും, ഇത് തെറ്റില്ല. മൂലപദാർത്ഥം കത്തി അഴിയും, ആറ്റം വിഘടിപ്പിക്കും. അങ്ങനെ ഉണ്ടാകുന്ന തീയിലെ ഭൂമി മുഴുവനും ചുട്ട് ചാമ്പലാകുമെന്ന് പത്രോസിലൂടെ ദൈവാത്മാവ് വിളിച്ചു പറഞ്ഞത് അത് സത്യമാണ്. ഈ കാണുന്നത് മുഴുവനും തീക്കായി ശേഖരിച്ചിരിക്കുക. പക്ഷെ നമുക്കൊരു പ്രത്യാശയുണ്ട്. ഇത് മുഴുവനും ചുട്ട് ചാമ്പലാകുമ്പോൾ നമ്മൾ പ്രാക്കളെ പോലെ പറന്നുയരും. ഹല്ലേലൂയ. ദൈവം താൻ അവരുടെ ദൈവമായിരിക്കും. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി ദുഃഖമില്ല, മുറവിളിയില്ല, മരണമില്ല. അവന്റെ മുഖം കണ്ട് ആരാധിക്കുന്ന ദിവസമുണ്ട്. യോഹന്നാൻ വിളിച്ചു പറഞ്ഞ ആ സന്ദേശം കാലഘട്ടത്തിൻ്റെ സന്ദേശമാണ്. ആ സന്ദേശം നമുക്കുള്ള സന്ദേശമാണ്, എനിക്കുള്ള സന്ദേശമാണ്. ആ സന്ദേശത്തിൻ്റെ മുൻപിൽ കർത്താവിൻ്റെ വരവിനോടടുത്തിരിക്കുന്ന ഈ അന്ത്യകാലഘട്ടത്തിൽ ഒരു തവണ കൂടെ പ്രതിഷ്ഠിക്കാൻ, സമർപ്പിക്കാൻ, പുനഃപ്രതിഷ്ഠ ചെയ്യാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി, പരത്തിലേക്ക് നമ്മൾ ഉയരുന്ന നാൾ വരാറായി. വിശുദ്ധന്മാർ ഉയർക്കും, പറന്നുയരും, കാന്തൻ്റെ മുഖം കാണാൻ. നമുക്ക് ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഈ ഗാനം നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം.